നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഹിന്ദിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുക. പാഠം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, റിവിഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ നമുക്കത് എന്ത് ചെയ്യാം, എടുത്ത് തീർക്കാം. ഓക്കെ, നമ്മൾ എവിടെയാണ് തുടങ്ങിയിട്ടതെന്ന് ഓർമ്മ ഉണ്ടോ? ലാസ്റ്റ് പാരഗ്രാഫ്, അതായത് 2-3 പാരഗ്രാഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ നോട്ടൊക്കെ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്, അതൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുക. അടുത്ത് നമുക്ക് തുടങ്ങാം. ഇപ്പൊ നോക്കുക, ബാദൽ കോ ദേഖ് കർ ഘടേ കോ നഹി ദുലാന ചാക്കിയെ, അതാണ് നമ്മൾ ലാസ്റ്റ് എടുത്തത്. മേഘത്ത്, അതായത് സാഹിലും ബേലയും സ്കൂളിൽ പോകുന്ന വഴിക്ക് പെന്നിൽ മഷി നിറക്കാൻ പീടികയിൽ കയറുകയാണ്. പീടികയിൽ പോകുന്ന ദുക്കാൻ മേ ജാത്തേക്ക്, പീടികയിൽ പോകുന്ന സമയത്ത് അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നു, जो कुछ शाही पेन में बेची थी वह जमीन पर छिड़क दिया. അപ്പോൾ പുതിയ മഷി കിട്ടുമെന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു, കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു, അത് അവിടെ നിലത്ത് ഒഴിച്ചു കളയാണ്. അപ്പോൾ പീടികയിലെത്തിയപ്പോൾ പീടികയിൽ മഷിയില്ലായിരുന്നു. അതുകൊണ്ട് പീടികക്കാരൻ പറയാണ്, ബാദൽ കോ ദേഖ് കർ ഘടേ കോ നഹി ദുലാന ചാക്കിയെ. ദുലാന എന്ന് പറഞ്ഞാൽ മറച്ചു കളിയുക, ഒഴിച്ചു കളിയുക. അതായത് മേഘത്തെ കാണുമ്പോൾ തന്നെ പാത്രം കമറ്റി കളിയാൻ പാടില്ല. ബാദൽ കോ ദേഖ് കർ ഘടേ കോ നഹി ദുലാന ചാഹിയെ. ബാദൽ കോ ദേഖ് കർ ഘടേ കോ നഹി ദുലാന ചാഹിയെ. മേഘത്തെ കാണുമ്പോൾ തന്നെ പാത്രം കമഴ്ത്തി കളയാൻ പാടില്ല എന്ന് പിടിയക്കാരൻ പറയാണ്. കാരണം എന്താ, മഴ പെയ്യും എന്ന് കരുതിയിട്ട്, മഴ വർഷിക്കും, ഇന്ന് മഴ ഉണ്ടാകും എന്ന് കരുതിയിട്ട് ഇപ്പൊ തന്നെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെക്കേണ്ട ആവശ്യമില്ല, മഴ പെയ്യുമ്പോൾ ഒഴിച്ചാൽ മതി എന്നാണ്. അതുപോലെയാണ് ആര് ചെയ്തിരിക്കുന്നത്, സാക്കിലും ബേലയും ചെയ്തിരിക്കുന്നത്. ദുക്കാൻ ബാലനെ ബയ്യാനെ കഹാ ഔർ കുച്ച് കോൻസി കഹാ ഔർ പൂച്ച. ദുക്കാൻ ബയ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, പൂച്ച കോൻസിമേ പഠിത്തേഹോ, ഏതിലാ പഠിക്കുന്നത്, കോൻസിമേ പഠിത്തേഹോ, ഏതിലാ പഠിക്കുന്നത്, കോൻസിമേ പഠിത്തേഹോ. 5वीं में 5ാം ക്ലാസ്സിൽ, 5वीं में 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സാഹിൽ ने ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. ഒരു ബുരേ മനസ്സെ ബതായ, വളരെ മോശമായ ഒരു, എന്താ പറയുന്നത്, ഒരു വല്ലാത്ത അവസ്ഥയോട് കൂടിയാണ് ആര് പറഞ്ഞത്, ബുരേ മനസ്സെ, പറയണോ പറയണ്ടയോ, വേണോ വേണ്ടയോ എന്നൊക്കെ കരുതിയിട്ടുള്ള ഒരു സംസാരം. ബുരേ മനസ്സെ ബതായ ജൈസെ 5वीं പഠന പാപുഹോ. അത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പാപമാണ് എന്ന് തോന്നുന്നത് പോലെയാണ് ആര് സംസാരിച്ചത്, സാഹില് സംസാരിച്ചത്. ദോനോ ദുക്കാൻ വാലെ ബയ്യാനെ കഹ, രണ്ടുപേരും ദോനോ രണ്ടുപേരും हाँ दोनों और हम दोनों का സെക്ഷൻ ബി ഏക് ഹി ഹേ. ഞങ്ങളുടെ സെക്ഷനും ഒന്നാണ്, രണ്ടുപേരുടെയും സെക്ഷനും ഒന്നാണ്. ദോനോ കാ സെക്ഷൻ ബി ഏക് ഹി ഹേ ന, ഞങ്ങളുടെ രണ്ടുപേരുടെയും സെക്ഷനും ഒന്ന് തന്നെയാണ്. സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, സെക്ഷനും ഒന്ന് തന്നെയാണ്. സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ. ബേലാനെ ഗുസ്സ ഹോക്കർ ബതാ ജൈസെ വോ കോയി ബഹുത് ഹി ബഡി ബാത് ഹോ. എന്നാൽ ബേല പറഞ്ഞിരിക്കുന്നത് ഇതൊരു വലിയ കാര്യമാണ് എന്ന രൂപത്തിലാണ് ആര് പറഞ്ഞത്, ബേല പറഞ്ഞത്. ജൈസെ കൊയ് ബഹുത്ത് ബഡി ബാത്ത് ഹോ, കൊയ് ബഹുത്ത് ബഡി ബാത്ത് ഹോ, ഇതൊരു വലിയ കാര്യമാണ് എന്ന രൂപത്തിലാണ് ആര് പറഞ്ഞിരിക്കുന്നത്, ബേല പറഞ്ഞിരിക്കുന്നത്. ഹം ദോനോ കാ സെക്ഷൻ ബി ഏക് ഹി ഹേ, ഞങ്ങൾ രണ്ടുപേരുടെയും സെക്ഷനും ഒന്ന് തന്നെയാണ്. ബേല ഐസെ ഖുശ് ഹോക്കർ ബതായ, ബേല ഐസെ ഖുശ് ഹോക്കർ ബതായ, അങ്ങനെ സന്തോഷത്തോടു കൂടി പറഞ്ഞു. ഐസെ ഖുശ് എന്ന് പറഞ്ഞാൽ ഹാപ്പി, സന്തോഷം. ഖുശ് ഹോക്കർ ബതായ, ബദാന ടോൾ ജൈസെ കൊയ് ബഹുത്ത് ബഡി ബാത്ത് ഹോ, ഇതെന്തോ വലിയൊരു കാര്യമാണ് എന്ന രൂപത്തിലാണ് ആര് പറഞ്ഞിരിക്കുന്നത്, ബേല പറഞ്ഞിരിക്കുന്നത്. ക്ലാസ് മേ ആം ദോനോ പാസ് ബൈഠത്തെ ഹേ. ക്ലാസ്സിൽ വീണ്ടും പറയാണ്, ക്ലാസ് മേ ആം ദോനോ പാസ് ബൈഠത്തെ ഹേ. ക്ലാസ്സിൽ ഞങ്ങൾ രണ്ടുപേരും പാസ്, അടുത്ത്, നിയർ, പാസ് ബൈഠത്തെ ഹേ, ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. ക്ലാസ് മേ ആം ദോനോ പാസ് ബൈഠത്തെ ഹേ, ക്ലാസ്സിൽ ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കുന്നത്. കാപ്പി മേ കാം കർത്തെ തോ, കാപ്പി എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്ക്. കാപ്പി മേ കാം കർത്തെ തോ ദോനോ കാപ്പി മേ കാം കർത്തെ ഹേ.
കോപ്പി നോട്ട് ബുക്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരേ ഡിവിഷനിൽ പഠിക്കുന്നു, ഒരേപോലെ വർക്ക് ചെയ്യുന്നു. കിതാബ് പഠിത്തേ തോ ദോനോം കിതാബ് പഠിത്തേ. പിന്നെയോ പ്രത്യേകത കിതാബ് പഠിത്തേ തോ ദോനോം കിതാബ് പഠിത്തേ. പുസ്തകം പഠിക്കുകയാണെങ്കിൽ വായിക്കുകയാണെങ്കിൽ കിതാബ് തന്നെ പുസ്തകം ബുക്ക്, കിതാബ് പഠിത്തേ തോ ദോനോം കിതാബ് പഠിത്തേ. പുസ്തകമാണ് പഠിക്കുന്നതെങ്കിൽ രണ്ടുപേരും പുസ്തകം പഠിക്കും, നോട്ടാണ് എഴുതുന്നതെങ്കിൽ രണ്ടുപേരും നോട്ട് എഴുതും. ബൽക്കി മറിച്ച്, ലേക്കിൻ എന്നാൽ, ബൽക്കി പാടുബി ഏക് ഹി പഠിത്തേ, പാടുബി ഏക് ഹി പഠിത്തേ. പുസ്തകം പഠിക്കുക വായിക്കുക മാത്രമല്ല, അതിലേതാണോ കണ്ടന്റ് വായിക്കുന്നത്, ഏതാണോ പഠിക്കുന്നത്, ഏത് പാഠമാണോ പഠിക്കുന്നത് ആ പാഠവും സെയിം ആയിരിക്കും, ഒന്ന് തന്നെയാണ് പഠിക്കുന്നത്. സാഹിൽ ചമക്കുടി, സാഹിൽ ഒരു പാഠം വായിക്കുകയാണ്. സാഹിൽ ചമക്കുടി സൻ 57 में वह तलवार पुरानी थी. ആ വാള് പഴയതായിരുന്നു. തൽവാർ പുരാണി, തൽവാർ എന്ന വാള്, തൽവാർ പുരാണി തീ. അപ്പോ ആ വാള് പഴയതായിരുന്നു എന്ന് ആര് വായിച്ചു? ബേല സാഹിൽ വായിക്കുകയാണ്. അതേ പാഠം തന്നെ പഠിത്താത്തോ ബേലാംബി ചമക്കുടിയും 57 में वह സൽവാർ പുരാണി തീ പഠിത്തി തീ. അതേ പാഠം തന്നെ ആരും വായിക്കുന്നു? ബേലയും വായിക്കുന്നു. അപ്പോൾ സാഹിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ആരും ചെയ്യുന്നത്? ബേല ചെയ്യുന്നത്. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരേ ഡിവിഷനിൽ പഠിക്കുന്നു, ഒരേ ബെഞ്ചിലിരിക്കുന്നു, ഒന്നിച്ച് പുസ്തകം വായിക്കുന്നു, ഒന്നിച്ച് നോട്ട് എഴുതുന്നു, ഒരേ കണ്ടന്റ് തന്നെ വായിക്കുകയും ചെയ്യുന്നു. ബേല कहती ബഹൻജി പാനി പീനെ ചലി ജാവും. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും, ബേല ചോദിച്ചു, ബഹൻജി പാനി പീനെ ചലി ജാവും, വെള്ളം കുടിക്കാൻ പോകട്ടെ. സാഹിൽ ബി ബദായ, സാഹിൽ ബി കഹ്ത, സാഹിലും പറഞ്ഞു ബഹൻജി പാനി പീനെ ചലി ജാവും, വെള്ളം കുടിക്കാൻ പോകട്ടെ. ഇതേ ചോദ്യം തന്നെ ആരും ചോദിക്കുന്നു? ബേലയും സാഹിലും ഒരേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ ബേല എന്ത് ചോദിക്കുന്നോ, ബേല എന്ത് ചെയ്യുന്നോ അത് തന്നെയാണ് ആരും ചെയ്യുന്നത്? സാഹിലും ചെയ്യുന്നത്. അല്ലെങ്കിൽ സാഹിൽ എന്ത് പുസ്തകം വായിക്കുന്നോ, അല്ലെങ്കിൽ എന്താണോ ചെയ്യുന്നത് സാഹിൽ, അത് തന്നെയാണ് ആരും ചെയ്യുന്നത്? ബേലയും ചെയ്യുന്നു. बेला कहती बहनजी पानी पीने चली जाऊं. साहिल भी कहता बहनजी पानी पीने चली जाऊं. गणित के मास्टर, गणित ना मैथमेटिक्स कणक, गणित के मास्टर साहब सुरेंद्र जी के पीरियड गेलगंडी के बाद आता है. गेलगंडी इंटरवल അതായത് ഇന്റർവെല്ലിന് ശേഷമാണ് ആരുടെ പീരീഡ്? സുരേന്ദ്ര മാഷെ പീരീഡ്. കണക്കിൻ്റെ അധ്യാപകനായ സുരേന്ദ്രജിയുടെ പീരീഡ് എപ്പോഴാണ്? ഇന്റർവെല്ലിന് ശേഷമാണ്. ആഫ്റ്റർ ഇന്റർവെല്ലിന് ശേഷമാണ് പീരീഡ്. ബച്ചെ ഉൻസെ കാമ്പുത്തത്തെ, കാമ്പിനെന്ന് ഷിവറിങ് വിറക്കുക. ബച്ചെ ഉൻസെ കാമ്പുത്തത്തെ, കുട്ടികൾ അവരെ കാണുമ്പോൾ തന്നെ വിറക്കുമായിരുന്നു. ബച്ചെ ഉൻസെ കാമ്പുത്തത്തെ, കുട്ടികൾ അവരെ കാണുമ്പോൾ തന്നെ വിറക്കുമായിരുന്നു. ബച്ചെ ഉൻസെ കാമ്പുത്തത്തെ. और घेलगंडी के बाद होने से बंद होने से बैलगंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगह पर आकर बैठ जाते. अपनी अपनी जगह पर बैठ जाते. अपनी अपनी जगह पर बैठ जाते. അവരവരുടെ സ്ഥലത്ത് പോയി ഇരിക്കുകയാണ്. അപ്പോൾ ഇന്റർവെല്ലിന്റെ 2 മിനിറ്റ് മുന്നേ തന്നെ, ഇന്റർവെല്ല് അവസാനിക്കുന്നതിന്റെ 2 മിനിറ്റ് മുന്നേ തന്നെ അവരവരുടെ സ്ഥലത്ത് ആരുണ്ടാവും? ഈ കുട്ടികൾ ഉണ്ടാവും. കാരണം എന്താ? സുരേന്ദ്ര മോക്ഷ പീരീഡ് കുട്ടികൾക്ക് പേടിയായിരുന്നു. കാമ്പത്തെ സുരേന്ദ്ര മോക്ഷ പീരീഡ് കുട്ടികൾ വറക്കുകയായിരുന്നു. ഒന്നുകൂടി നോക്കാം. ഗണിതക്കെ മാസ്റ്റർ സാബ് सुरेंद्र जी का पीरियड घेलगंडी के बाद आता था. घेलगंडिക്ക് ശേഷമാണ് സുരേന്ദ്ര മോക്ഷ പീരീഡ് വരുന്നത്. ബच्चे उनसे कांबते, കുട്ടികൾ അവരെ കാണുമ്പോൾ വിറക്കുകയാണ്. और घेलगंडी बंद होने से 2 मिनट पहले ही, घेलगंडी बंद होने से 2 मिनट पहले ही 2 മിനിറ്റ് മുന്നേ തന്നെ अपनी अपनी जगह पर जाकर बैठ जाते. അവരവരുടെ സ്ഥലത്ത് പോയി ഇരിക്കുകയായിരുന്നു. अपनी अपनी जगह पर जाकर बैठ जाते. सुरेंद्र जी मास्टर साहब इसी पीरियड में कापी जांचते थे. जांचिന സെർച്ച് പരിശോധിക്കുക, തിരയുക എന്നർത്ഥം. അപ്പോൾ ഈ പീരീഡാണ് എന്ത് ചെയ്യുന്നത്? സുരേന്ദ്ര മാഷ് നോട്ട് ബുക്ക് നോക്കുന്നത്. കാപ്പി ജാഞ്ചിത്തെ ഹെ,
जानते थे जरासी जरासी എന്ന് പറഞ്ഞാൽ അല്പം ചെറിയ നേരിയ തെറ്റ് പോലും ചെറിയൊരു തെറ്റ് പോലും ഗൽത്തി എന്ന് പറഞ്ഞാൽ ഫോൾട്ട് തെറ്റ് ഗൽത്തി पर बच्चों को इधर उधर फेंक देते थे ചെറിയ തെറ്റ് കാണുമ്പോൾ തന്നെ കുട്ടികളെ അവിടെ ഇവിടെയും ഫേങ്കിന ത്രോ എവേ വലിച്ചെറിയുക എന്നൊക്കെ പറയാം ത്രോ എവേ അല്ലെങ്കിൽ വലിച്ചെറിയുന്ന സ്വഭാവം കുട്ടികളുടെ നോട്ടൊക്കെ വലിച്ചെറിയുന്ന സ്വഭാവം ആർക്കുണ്ട് സുരേന്ദ്ര മാഷക്ക് ഉണ്ടായിരുന്നു ജറാസി ഗൽത്തി പർ ചെറിയ തെറ്റിൽ കൂടി ബച്ചോങ്കോ ഇതർ ഉദർ ഫേങ്കത്തെ കുട്ടികളെ അവിടെ എവിടെയും വലിച്ചെറിയുന്നു അവർ ചാബട് മാർത്തേഹേ ചാബട് മാറണ എന്ന് പറഞ്ഞാൽ നന്നായി അടിക്കുക ചാബട് മാറണ അടിക്കുക ചാബട് മാർത്തത്തെ उसका हाथ चलता शुरू होना तो रुकना भूल जाना forget എന്താ മറന്നു പോകുക उसका हाथ चलना शुरू होता तो അവന്റെ കൈ ചലിക്കാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന്റെ കൈ ചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കുന്നത് അല്ലെങ്കിൽ നിർത്തുന്നത് ആരോട് മറന്നു പോകാറുണ്ട് സുരേന്ദ്ര മാഷോട് മറന്നു പോകാറുണ്ട് അതായത് उसका हाथ चलना शुरू होता तो കൈ शुरू होना എന്ന് പറഞ്ഞാൽ ബിഗിനിങ് ആരംഭിക്കുക കൈ അതായത് അടി തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തുന്നത് ആൾക്ക് അറിയില്ലായിരുന്നു सुरेंद्र माशे അറിയില്ലായിരുന്നു उसका हाथ चलना शुरू होता तो रुकना भूल जाता था एक दिन सुरेंद्र जी मास्टर ने बेला के बालों में पंजा फंसाया एक दिन सुरेंद्र मास्टर ने बेला के बालों में बेलയുടെ മുടി ബാൽ എന്നാൽ ഹെയർ പഞ്ചാ ഫംസാന എന്ന് പറഞ്ഞാൽ മുടിക്ക് കുത്തിപ്പിടിക്കുക അപ്പോൾ ഒരു ദിവസം ബേലയുടെ മുടിക്ക് ആര് പിടിച്ചോ सुरेंद्र माशे पिടിക്കുക पर शायद जिस गलती को पाकर उसको बाल पकड़कर फेंकने वाले थे वो गलती थी ही नहीं ഒരു പക്ഷേ शायद perhaps ഒരു പക്ഷേ ഏത് തെറ്റിനാണോ സുരേന്ദ്ര മാഷ് ആരുടെ മുടിക്ക് പിടിച്ചത് ബേലയുടെ മുടിക്ക് പിടിച്ചത് അത് ഒരു തെറ്റ് ആയിരുന്നില്ല അത് നിസ്സാരമായ ഒരു കാര്യമായിരുന്നു എന്നിട്ടും ആര് മുടിക്ക് കയറി പിടിച്ചു ബേലയുടെ മുടിക്ക് സുരേന്ദ്ര മാഷ് പിടിക്കുക ഫെങ്കിനെ പോലത്തെ ഗൽത്തി തീ ഹി നഹി उन्होंने बेला को छोड़ दिया അദ്ദേഹം ബേലയെ വിട്ടു छोड़ना अवॉइड ഒഴിവാക്കുക വിട്ടു എന്നർത്ഥം छोड़ दिया बेला के भयभीत चेहरा देखकर चेहरा എന്ന് ഫേസ് അപ്പോൾ ഭയഭരിതമായ ചേഹര ദേക്കർ ഫേസ് കണ്ടിട്ട് മുഖം കണ്ടിട്ട് ചേഹര ദേക്കർ സാഹിൽ ബുരി തരക്ക് ഡർ ഗയ സാഹിൽ വല്ലാതെ ഡർ ഗയ എഫ്രൈഡ് ഡർ ഗയ വല്ലാതെ പേടിച്ചു പോയി ആര് സാഹില് ബേലയുടെ ഭയഭീതമായ മുഖം കണ്ടിട്ട് സാഹിൽ വല്ലാതെ പേടിച്ചു പോയി उन्होंने बेला को छोड़ दिया बेला के भयभीत चेहरा को देखकर साहिल बुरी तरह डर गया साहिल वल्लादे പേടിച്ചു പോയി साहिल बुरी तरह डर गया उसने देखा कि बेला के पाँव अभी भी कांप रहे थे उसने देखा बेला के पाँव अभी भी कांप रहे थे ഇപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുകയാണ് ബേലയുടെ കാല് ഇപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആർക്ക് മനസ്സിലായി സാഹിലിനെ തോന്നുകയാണ് उसने देखा कि അവൻ കണ്ടു സാഹിൽ കണ്ടു बेला के पाँव अभी भी कांप रहे थे ബേലയുടെ മുടി ഇപ്പോഴും പാവ് അബി ബി കാമ്പ് രഹത്തെ ഇപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുകയാണ് കാമ്പ് രഹത്തെ ജൈസേ വക് ഗഡേ ഗഡേ അബി ഗിർ ജായേഗി അവന് തോന്നി ജൈസേ വക് ഗഡേ ഗഡേ ഗിർ ജായേഗി ഫെൽ ഡൗൺ ഗിർ ജാന അപ്പോൾ എന്ത് ചെയ്യാ ജൈസേ വക് ഗഡേ ഗഡേ ഗിർ ജായേഗി നിന്നുകൊണ്ടിരിക്കെ അവൾ വീണു പോകുമെന്ന് ആർക്ക് തോന്നുകയാണ് സാഹിലിന് തോന്നുകയാണ് നിന്നുകൊണ്ടിരിക്കെ വീണു പോകുമെന്ന് ആർക്ക് തോന്നി സാഹിലിന് തോന്നുകയാണ് കാമ്പ് രഹേ ജൈസേ വക് ഗഡേ ഗഡേ അബി ഗിർ ജായേഗി
सुरेंद्र जी मास्टर ने कॉपी को उसके बैठने की जगह ऊपर फेंकते हुए कहा. സുരേന്ദ്ര മാഷ് കോപ്പി നോട്ട് ബുക്ക് ഒരൊറ്റ അവിടത്തേക്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞുകൊണ്ട് പറയാണ്, ബൈട്ട് അപ്പനി ജഗ് ഉപ്പർ, പോയി അവിടെ ഇരിക്കെ. ബൈട്ട് അപ്പനി ജഗ് ഉപ്പർ, പോയി അവിടെ ഇരിക്കെ എന്ന് പറയാൻ. ബൈട്ട് അപ്പനി ജഗ് ഉപ്പർ. ബലക മൻ ഗാരാബ് ഹോ ഗയാ. വല്ലാതെ വിഷമം, വല്ലാതെ പ്രയാസം, അസ്വസ്ഥത ആർക്കുണ്ടായി? ബേലയുടെ മനസ്സിനുണ്ടായി. ബലക മൻ ബഹുത്ത് ബഹുത്ത് खराब हो गया. मार साहब चाक मुझे पीट लेते, पीटना अड़ी गया, बीते लेते मगर സാഹിൽ के सामने नहीं. മാസ്റ്റർ സാഹബിന് വേണമെങ്കിൽ എന്നെ അടിക്കാം, പക്ഷെ അത് സാഹിലിന്റെ മുന്നിലായതിലുള്ള വിഷമാണ് ആർക്കുള്ളത്? ബേലക്ക് ഉള്ളത്. മാസ്റ്റർ സാഹബ് വേണമെങ്കിൽ എന്നെ അടിച്ചോട്ടെ, പക്ഷേ അത് ആരുടെ മുന്നിലായിപ്പോയി? ബേലയുടെ മുന്നിൽ, സാഹിലിന്റെ മുന്നിൽ ആയിപ്പോയി എന്ന പ്രയാസമാണ് ആർക്കുള്ളത്? ബേലക്ക് ഉള്ളത്. वह साहिल के सामने कूद को शर्मिंदा महसूस करने लगा. शर्मिंदा എന്ന് പറഞ്ഞാൽ ലജ്ജ, ഷെയിം, ലജ്ജ, ഷർമിന്ദ മഹസൂസ് കർ രഹി തെ, അനുഭവപ്പെടുകയാണ്. അതില് സാഹിലിന്റെ മുന്നില് ആർക്ക് ലജ്ജ അനുഭവപ്പെടുന്നു? ബേലക്ക് ലജ്ജ അനുഭവപ്പെടുന്നു. സാഹിൽ കെ സാമനെ ഖൂദ് കോ സ്വയം, ഖൂദ് എന്ന് സ്വയം, ഖൂദ് കോ ശർമിന്ദ മഹസൂസ് കർ രഹി തെ, स्वयं लज्जा अनुभवപ്പെടുകയാണ്. महसूस कर रही थे क्योंकि वह जानती थी कि वह साहिल की नजर में बहुत अच्छी थे, अच्छी है. वह साहिल के सामने बहुत अच्छी है. वह साहिल के सामने बहुत अच्छी है. സാഹിലിന്റെ മുന്നിൽ വളരെ നല്ലതാണെന്ന്, സാഹിലിന്റെ മുന്നിൽ വളരെ നല്ലതാണ് ആര്? ബേല എന്ന് ആർക്കറിയാമായിരുന്നു? ഇവർക്ക് അറിയാമായിരുന്നു. സാഹിൽ के सामने गूद को शर्मिंदा महसूस कर रही थी, शर्मिंदा महसूस कर रही थी, അനുഭവപ്പെടുകയായിരുന്നു. क्योंकि वह जानती थी कि वह साहिल के नजर में बहुत अच्छी है. वह साहिल के नजर में बहुत अच्छी है. സാഹിലിന്റെ മുന്നിൽ വളരെ നല്ല കുട്ടിയായിരുന്നു. वह साहिल के सामने बहुत अच्छी है. जब वह उसके पास आकर बैठी, എപ്പോഴാണോ അവൻ വീണ്ടും അവള് വീണ്ടും സാഹിലിന്റെ മുന്നിൽ പോയിരിക്കുന്നു, സാഹിലിന്റെ അടുത്ത് പോയിരിക്കുന്നത്, പാസ് ബൈട്ടി ആക്കർ ബൈട്ടി ഉസ്നെ നസറിനെ കീമിൽ പായി, അവന് നോക്കുക പോലും ചെയ്തില്ല, അവന്റെ അടുത്തേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. നസറിനെ കീമിൽ പായി, ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ആര് ചെയ്തില്ല? സാഹില് ബേല ചെയ്തില്ല. ദീപാവലിക്ക് ചുട്ടിയോ കെ ബാദ് ജബ് സ്കൂൾ ഖുല, ഖുല എന്ന് പറഞ്ഞാൽ ഓപ്പൺ, തുറക്കുക. ദീപാവലിയുടെ അവധിക്ക് ശേഷം, ചുട്ടി വെക്കേഷൻ, ദീപാവലി വെക്കേഷന് ശേഷം, ദീപാവലി അവധിക്ക് ശേഷം, ജബ് സ്കൂൾ ഖുല, എപ്പോഴാണോ സ്കൂൾ തുറന്നത്, എപ്പോഴാണോ സ്കൂൾ തുറന്നത് തോ ബേല കെ സിർ പർ സഫേദ് പട്ടി ബാന്ധി തി, ബേലയുടെ തലയിൽ എന്തുണ്ടായിരുന്നു? സഫേദ് പട്ടി ബാന്ധി തി, വെളുത്ത തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ബേലയുടെ തലയിൽ വെളുത്ത തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു, ബാൻഡേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ആസ്പത്രിയിൽ പോയി കെട്ടിച്ചതാണ്. ബേലാക്ക് സിർ പർ സഫേദ് പട്ടി ബാന്ധി തി, ബേലയുടെ തലയിൽ ഒരു വെളുത്ത തുണി കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. കൊയുസേ ഹോയേ ഹോയേ സഫേദ് പട്ടി കഖരഖാത്ത, അവളെ കളിയാക്കിയാണ്. ഹൊയെ ഹൊയെ സഫേദ് പട്ടി എന്ന് വിളിച്ച് കളിയാക്കുന്നു. കൊയ് സുൽത്താന ടാക്കു, സുൽത്താന ടാക്കു എന്ന് പറയുന്നത് ഭാരതത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലുള്ള വലിയ വലിയ കൊള്ളക്കാരിയാണ് ആര്? സുൽത്താന ടാക്കു. അപ്പോ സുൽത്താന ടാക്കു തോ കൊയ് കുച്ച് ഔർ കർ ചിടാ രഹാ ഹേ, ചിടാ രഹാ ഹേ, ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടേയിരുന്നു ആരെ? ബേലയെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ആര് ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരുന്നു? കുട്ടികള് ദേഷ്യം പിടി. വേ ക്യാ ഹോ ഗയാ ബേല, ഏ ക്യാ ഹോ ഗയാ ബേല, ഇതെന്താ പറ്റിയത് ബേല? ഏ ക്യാ ഹോ ഗയാ ബേല, സാഹിലിനെ പരേശാൻ ഹോത്തേ ഹുവേ പൂച്ച, സാഹിലെ അസ്വസ്ഥതയോടുകൂടി ചോദിക്കുകയാണ്. ഏ ക്യാ ഹോ ഗയാ ബേല, സാഹിൽ അസ്വസ്ഥതയോടുകൂടി ചോദിക്കുകയാണ്. ഏ ക്യാ ഹോ ഗയാ ബേല, ഇതെന്ത് പറ്റി ബേല? സാഹിലിനെ പരേശാൻ ഹോത്തേ ഹുവേ പൂച്ച, ടെൻഷനോടുകൂടി, അസ്വസ്ഥതയോടുകൂടി, പ്രയാസത്തോടുകൂടി ആര് ചോദിക്കുകയാണ്? ബേലയോട് സാഹിൽ ചോദിക്കുകയാണ്. ഏ ക്യാ ഹോ ഗയാ ബേല, ചത്ത് സേ ഗിർ ഗയി, ചത്ത് സേ റൂഫിൽ നിന്ന് വീണ, റൂഫ് ചത്ത് തന്നെ മേൽക്കൂര അല്ലെങ്കിൽ റൂഫ്, ചത്ത് സേ ഗിർ ഗയി മേൽക്കൂരയിൽ നിന്ന് വീണതാ. ബേലാനെ ആംസത്തെ ഹുവേ കഹ,
ബേല ചിരിച്ചുകൊണ്ട് പറയാണ് ആംസത്തെ ഹുവേ കഹ ഔർ കഹ बहुत दिन हो गई आज गैलगंडी में गांधी चौक की लंगड़ी टांग गेलेंगे ലങ്കടി ടാങ്ക് ഗേല എന്ന് പറഞ്ഞാൽ കൊക്കം പറന്ന് കളിക്കുകയാണ് ഒരു കാലിൽ തുള്ളി നടക്കുന്നതിനാണ് ഇത് പറയുന്നത് ലങ്കടി ടാങ്ക് ഖേൽന അപ്പോൾ ലങ്കടി ടാങ്ക് ഗേലെങ്കെ അപ്പോൾ നമുക്കിന്ന് കൊക്കം പറന്ന് കളിക്കാം അല്ലെങ്കിൽ ഒരു കാലിൽ തുള്ളി കളിക്കാം കാരണം ഒരുപാട് ദിവസമായി നമ്മൾ കളിക്കാത്തത് വെക്കേഷൻ കഴിഞ്ഞ് വരികയല്ലേ നമുക്ക് കളിക്കാം നെക്കി ഗേലെങ്ക കളിക്കാൻ പറ്റില്ല നെക്കി ഗേലെങ്ക ഗേലെങ്കെ കളിക്കാൻ പാടില്ല തെരെ സിർമേ ഫിർ ലഗ് ജായേഗി നിന്റെ തലയ്ക്ക് വീണ്ടും മുറി വരും അതുകൊണ്ട് കളിക്കണ്ടെന്ന് നിന്റെ തലയ്ക്ക് വീണ്ടും മുറി നെക്കി ലഗോഗി ബേല ജിദ്ഗി ജിദ് കർണതിനെ ഷാഠ്യം പിടിക്കുക ബേല എന്ത് ചെയ്തു ഷാഠ്യം പിടിക്കുകയാണ് ബേല जिदगी और हमेशा की तरह सारे बच्चों के साथ गांधी चौकी की बालू में पूरी गेलगंडी लंगड़ी टांग गेले और हमेशा की तरह सारे बच्चों के साथ എല്ലാ കുട്ടികളുടെയും കൂടെ सारे बच्चों के साथ ഗാന്ധി ചൗക്ക് की बालू में ബാലു മണല് ഗാന്ധി സ്ക്വയറിന്റെ മൈതാനത്തെ മണലിൽ പൂരി ഗേൽഗണ്ടി ഒരു ഇന്റർവൽ ടൈം മുഴുവൻ ലങ്കടി ടാങ്ക് ഗേലെ കൊക്കം പറന്ന് കളിച്ചു ലങ്കടി ടാങ്ക് ഗേലെ ഇൻ ബച്ചോं को अपने चारों ओर खेलते देखकर ഈ കുട്ടികൾ തൻ്റെ ചുറ്റുപാടും കളിക്കുന്നത് കണ്ടിട്ട് ഇൻ ബച്ചോं को अपने चारों ओर खेलते देखकर इन बच्चों को अपने चारों ओर खेलते देखकर गांधी की मूर्ति ऐसी दिखाई पड़ती ഗാന്ധിജിയുടെ പ്രതിമ ഐസി ദിഗായി പടുത്തി അങ്ങനെ കാണപ്പെടുകയാണ് ഗാന്ധിജിയുടെ പ്രതിമ അങ്ങനെ ഐസി ദിഗായി പടുത്തി ജൈസി और समय से कुछ अधिक मुस्कुरा रही है പഴയതിനേക്കാളും കൂടുതൽ ഞാൻ എന്ത് ചെയ്യാണ് പുഞ്ചിരിക്കുകയാണോ എന്ന് ആർക്ക് തോന്നുകയാണ് ഗാന്ധിജിക്ക് തോന്നുകയാണ് കാരണം എന്തുകൊണ്ടാണ് നിഷ്കളങ്ക ബച്ചോങ്കെ ആഹട്ട് സേ ഗാന്ധി ചൗക്ക് മുഖരിത് ഹേ നിഷ്കളങ്കമായ കുട്ടികളുടെ പുഞ്ചിരി കൊണ്ട് ഗാന്ധി സ്ക്വയർ ഗാന്ധി മൈതാനം ഗാന്ധി സ്ക്വയർ എന്തായിരിക്കുന്നു മുഖരിതമായിരിക്കുന്നു അതുകൊണ്ട് ഗാന്ധിജിയുടെ പ്രതിമ ഒന്നുകൂടി ചിരിക്കുകയാണോ എന്ന് ആർക്ക് ലേഖകന് തോന്നിപ്പോവുകയാണ് ഒന്നുകൂടി പറയാണ് चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रखिए കുറച്ച് സമയം അതിൽ കൂടുതൽ പഴയതിനേക്കാൾ പുഞ്ചിരി അയാളുടെ മുഖത്തുണ്ടാകുകയാണ് ഗാന്ധിജിയുടെ പ്രതിമയിൽ ഉണ്ടാകുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം നിഷ്കളങ്ക ബച്ചോങ്കി ആഹട്ട് സേ ഗാന്ധി ചൗക്ക് മുഖരിദിക്കെ ആഹട്ട് നിനക്കാലച്ച നിഷ്കളങ്കരായ കുട്ടികളുടെ കാലച്ച കൊണ്ട് ഗാന്ധി സ്ക്വയർ മുഖരിതമായിരിക്കുകയാണ് കുട്ടികളെ സ്നേഹിക്കുന്ന ഗാന്ധിജിയുടെ മനസ്സിൽ ഒന്നുകൂടി സന്തോഷമുണ്ടായിട്ടായിരിക്കാം അതുകൊണ്ടാണ് ലേഖകൻ അങ്ങനെ തോന്നിയത് അപ്പൊ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്കിനി വീണ്ടും കാണാം അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക ടെസ്റ്റ് ക്ലിയർ ആയിട്ട് വായിച്ച് ക്ലിയർ ആക്കുക പഠിക്കുക ഓക്കെ